നമസ്കാരം സുഹൃത്തുക്കളെ. ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു മേഖല തന്നെയാണ് സിനിമ മേഖല. അവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മറ്റൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു. അതായത് സംഘികൾ എതിർത്താൽ അല്ലെങ്കിൽ സംഘികൾക്കെതിരെ എന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തിയാൽ ഒരു ശരാശരി സിനിമയാണെങ്കിലും വിജയിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ വിജയിക്കും എന്നൊരു തെറ്റായ ധാരണ ആർക്കൊക്കെയോ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് കാണുന്ന കാഴ്ച അങ്ങനെയല്ല. 10-35 വർഷമായിട്ടും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും നടത്താതെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളെപ്പറ്റിയും ശ്രദ്ധിക്കാതെ ഇരിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പ്രസ്താവനയൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു അഭിനയ തൊഴിലാളിയായ മോഹൻലാലിൻ്റെ മകൾ പുതിയതായിട്ട് അഭിനയത്തൊഴിലേക്ക് വന്ന വിസ്മയ മോഹൻലാൽ നടത്തിയത്. 35 വർഷത്തോളം ഈ രാജ്യത്തും വിദേശത്തുമൊക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തി യാതൊരു രാഷ്ട്രീയ പ്രസ്താവനയും നടത്താതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടത്തിയ പ്രസ്താവനയായിരുന്നു അന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരുന്ന CJP സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സംഘികൾ അത് നോക്കിവെച്ചു. മുൻപും അവരങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് സംഘികൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സംഘികൾ എതിർക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നു. അങ്ങനെ സംഘികളെ എതിർക്കുന്നവരൊക്കെ കൂടി സിനിമ കാണുന്നു, തങ്ങളുടെ സിനിമ വിജയിക്കും എന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണ. എന്നാൽ അടുപ്പിച്ചടുപ്പിച്ച് മറ്റൊരു അഭിനയ തൊഴിലാളിയായ പൃഥ്വിരാജിൻ്റെ സിനിമകൾ പൊട്ടുന്നു. അതിനൊപ്പം തന്നെ താരതമ്യേന വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ടോവിനോ തോമസ് എന്ന മറ്റൊരു അഭിനയ തൊഴിലാളിയുടെ സിനിമയും പൊട്ടുന്നു. പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിൽ ഗസ്റ്റ് റോൾ ചെയ്ത മറ്റൊരു അഭിനയ തൊഴിലാളി പൃഥ്വിരാജ്, അവർ രണ്ടുപേരും കൂടി ഉണ്ടായിട്ടും ആ സിനിമ വലിയ പരാജയത്തിലേക്ക് പോകുന്നു. പൃഥ്വിരാജിൻ്റെ തന്നെ സിനിമയായ വിലായത്ത് ബുത്തയും അതേപോലെ തന്നെ ഐ നോബഡിയും അതിൻ്റെ മുടക്കുമുതലിൻ്റെ പകുതി പോലും തിരിച്ചു പിടിച്ചില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് മറ്റൊരു അഭിനയ തൊഴിലാളിയായ കുഞ്ചാക്കോ ബോബൻ്റെ ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയെ വരികയും പോവുകയും ഒരുപോലെ തന്നെ ചെയ്യുന്നു. അവിടേക്കാണ് മോഹൻലാലിൻ്റെ മകൾ വിസ്മയുടെ തുടക്കം എന്ന സിനിമ കൂടി വരുന്നത്. മുൻപ് ആളുകൾ ഒരു സൈഡ് മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പല സൈഡും ചിന്തിക്കാൻ തുടങ്ങി. സാധാരണ ഈ സിനിമ കാണുന്ന സിനിമാ സ്നേഹികളായിട്ടുള്ളവർ വിവാദമൊന്നുമില്ലെങ്കിലും നല്ല സിനിമയാണെങ്കിൽ അവർ കാണും. മറ്റൊരു കൂട്ടർ ഫാനിസം വെച്ചുകൊണ്ടായിരിക്കും, ആരാധന വെച്ചുകൊണ്ടായിരിക്കും കാണുന്നത് ആദ്യ ദിവസങ്ങളിൽ. മറ്റൊരു കൂട്ടർ നല്ല അഭിപ്രായം കേട്ടാൽ മാത്രമേ ആ സിനിമയ്ക്ക് കുടുംബവുമായി പോവാറുള്ളൂ. ഇനി ഏറ്റവും അവസാനം വന്ന കൂട്ടരാണ് അവരെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവർ എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്ന ആളുടെ സിനിമ ഞങ്ങൾ കാണില്ല എന്ന് തീരുമാനിച്ചവരാണ്. അത്തരം ഒരു കാഴ്ചക്കാർ കൂടി ഇപ്പോൾ ഇവിടെയുണ്ട്. അതിന് കാരണം ഈ സിനിമ അഭിനയിക്കുന്നവരുടെയോ അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുന്നവരുടെയൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകളാണ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തി വന്ന സിനിമയാണ് തുടക്കം എന്ന സിനിമ. അത് റിലീസ് ചെയ്യുന്ന ദിവസം ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലടക്കം വലിയ കോലാഹലമായിരുന്നു, PR തള്ളുകളായിരുന്നു. പിതാവിന് ഏതാനും തിയേറ്ററുകളുണ്ട്. അവിടെ ആദ്യത്തെ 1-2 ദിവസം എല്ലാ സീറ്റും ഫുള്ളാണ് എന്ന തരത്തിൽ നമ്മൾ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണത്തക്ക രീതിയിലായിരുന്നു അതിൻ്റെ സംവിധാനങ്ങൾ. എന്നാൽ 2ാം ദിവസവും 3ാം ദിവസവും മറ്റുള്ള തിയേറ്ററുകളിൽ അവിടുത്തെ മുഴുവൻ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 10%, 15% പോലും ടിക്കറ്റ് വിറ്റടിച്ചിട്ടില്ല എന്ന് നമുക്ക് ബുക്ക് മൈ ഷോ പോലുള്ള സൈറ്റുകളിൽ നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ ദിവസത്തെ PR തള്ളു ഒഴിച്ചാൽ പിന്നെ ഇങ്ങോട്ട് ആ സിനിമയെപ്പറ്റി വളരെ നിശബ്ദതയായിരുന്നു. സോഷ്യൽ മീഡിയ പോലും വലിയ ബഹളമൊന്നും കണ്ടില്ല. സംഘികൾ എന്ന് പറയുന്ന കൂട്ടർ ഇതിനെ മുഴുവനായിട്ട് തന്നെ അവഗണിച്ചു. അവർ ഇതിൻ്റെ പോസ്റ്റ് ഇടാനോ ഇതിന് നെഗറ്റീവ് പറയാതിരിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവോ പോസിറ്റീവോ പറഞ്ഞു വരുന്ന പോസ്റ്റുകൾക്കോ കമൻറ്റുകൾക്കോ ലൈക്ക് അടിച്ചോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇതിന് യാതൊരു വിസിബിലിറ്റിയും കൊടുക്കാതിരിക്കാനോ ഒക്കെ അവർ ശ്രദ്ധിച്ചു. അതിൻ്റെ ഫലമായി 8-10 ദിവസം കഴിഞ്ഞ ഈ സമയത്തിനിടയ്ക്കും നമ്മളൊരു വിജയാഘോഷം കാണുകയുണ്ടായില്ല. സാധാരണ ഏത് പൊട്ടിപ്പൊളിയുന്ന സിനിമയ്ക്കാണെങ്കിലും 50 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞ് കേക്ക് മേടിച്ച് കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് വലിയ വിജയാഘോഷം നടത്താറുണ്ട് ഈ സിനിമക്കാർ. പക്ഷേ ഈ സിനിമ തുടക്കം എന്ന സിനിമയ്ക്ക് ഇറങ്ങിയ ദിവസത്തെ ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ യാതൊരു അനക്കവും ഇല്ല. ഇപ്പോൾ സംഘികൾ പതുക്കെ ആഘോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എവിടെ പോയി, തുടക്കം ഒടുക്കമായോ എന്ന തരത്തിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സിനിമാ മേഖലയിലെ കുറേ കാലമായിട്ടുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസം കൂടെ പൊളിയുകയാണ്. സംഘികൾ എതിർത്താൽ, സംഘികൾ ബഹിഷ്കരിച്ചാൽ ആ സിനിമ വിജയിക്കുമെന്ന രീതി. ഒരർത്ഥത്തിൽ സംഘികൾ ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതിനൊപ്പം തന്നെ ഈ ചിന്താഗതിയൊന്നുമില്ലാത്ത സാധാരണ സിനിമാ പ്രേക്ഷകരുണ്ടല്ലോ, അതായത് രാഷ്ട്രീയമൊന്നുമില്ലാത്ത മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഏതൊരു നടൻ്റെ ആണെങ്കിലും കൊള്ളാവുന്ന സിനിമയാണെങ്കിൽ കണ്ടേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ മറ്റൊരു തരത്തിൽ കൂടി ചിന്തിച്ചു തുടങ്ങി. എന്തിനാണ് ഒരു സിനിമയ്ക്ക് റിലീസിന് മുമ്പേ വിവാദം ഉണ്ടാക്കുന്നത് എന്നവർ ചിന്തിച്ചു തുടങ്ങി. ആ സിനിമയ്ക്കകത്ത് നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ ഒരു വിവാദത്തിൻ്റെയും കാര്യമില്ലല്ലോ, ആ സിനിമ ഓടും. അപ്പോൾ ആ സിനിമയിലെ പിന്നണി പ്രവർത്തകർക്ക് ആ സിനിമയിൽ വലിയ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അവർ മനഃപൂർവ്വം വിവാദമുണ്ടാക്കി ഇത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് കുറച്ച് ആളുകളെങ്കിലും ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഫലത്തിൽ സംഘികൾ ആ സിനിമ കാണാൻ കയറില്ല. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ കൂട്ടരും ആ സിനിമ കാണാൻ കയറില്ല. നല്ല കണ്ടൻറ്റും നല്ല രീതിയിൽ മേക്ക് ചെയ്തതുമാണെങ്കിൽ ആ സിനിമ സ്വാഭാവികമായിട്ടും ഓടുമല്ലോ. പിന്നെ എന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കേണ്ടത് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങാൻ തുടങ്ങിയെന്നർത്ഥം.
ഇനി സംഖ്യകളുടെ കാര്യം പറയുവാണെങ്കിൽ ഈ ജെൻസി ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കൗമാര പ്രായത്തിലോ ഒക്കെ ഉള്ളവരല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണില്ല എന്ന് തീരുമാനിക്കുന്നത്. അവർ കുറച്ചുകൂടെ മുതിർന്ന ആളുകളാണ്. അവരൊരാൾ കാണില്ല എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിലെ 4 പേരെ തിയേറ്ററിൽ എത്തിക്കാതിരിക്കാൻ അവർക്ക് പറ്റും. അതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ബാക്കി എല്ലാവരും ഈ CJP സമരത്തിനെ പറ്റി പോസ്റ്റുകളും മറ്റും ഇട്ട് പിന്തുണച്ചപ്പോൾ പൃഥ്വിരാജിൻ്റെ സൈഡിൽ നിന്ന് കനത്ത നിശബ്ദതയായിരുന്നു, ഒരു അനക്കവും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയേറ്റർ നിൽക്കുന്ന ഏരിയയിലെ ഒരു 10-20 സംഖ്യകൾ വിചാരിച്ചാൽ, കുടുംബനാഥന്മാരായിട്ടുള്ള സംഖ്യകൾ വിചാരിച്ചാൽ കുറഞ്ഞത് 80-100 പേരെ തിയേറ്ററിൽ എത്തിക്കാതിരിക്കാൻ പറ്റും. അതായത് ഒരു ദിവസം തന്നെ 4 ഷോ കളിക്കുന്ന ഇടത്ത് ഇപ്പോഴത്തെ തിയേറ്ററിൻ്റെയൊക്കെ സീറ്റിംഗ് കപ്പാസിറ്റി അറിയാമല്ലോ, 150-200 ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു 20-40-80 പേരെയൊക്കെ ഒരു ഷോയിൽ നിന്നോ 2 ഷോയിൽ നിന്നോ 3 ഷോയിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ തന്നെ ഈ ബുക്ക് മൈ ഷോ പോലുള്ള സംഗതികളൊക്കെ നോക്കുന്ന ആളുകൾ, അവർക്ക് ചിലപ്പോൾ രാഷ്ട്രീയം കാണണമെന്നില്ല, അവർ നോക്കുമ്പോൾ ഒരു തിയേറ്ററിലെ സീറ്റിൽ ഏതാണ്ട് 90% കാലിയായിട്ട് കിടക്കുന്നു. അപ്പോൾ അത് നല്ല പടമായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, ഈ സിനിമ കൊള്ളില്ല, ഇതിന് പോകണ്ട എന്ന് വിചാരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഖ്യ അവൻ്റെ കുടുംബത്തിലെ 4 പേരെ തിയേറ്ററിൽ എത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കാരണം മറ്റൊരു 4 പേര് കൂടി ആ സിനിമയ്ക്ക് വരാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അവൻ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സിനിമാ മേഖലയ്ക്ക് നല്ല ഒരു ഗുണമുണ്ടാകുന്ന ഒരു കാര്യമല്ല. അവരിപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താതിരിക്കുക എന്നൊരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ എത്തപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊള്ളുക. കാരണം ആളുകൾ ചിന്തിച്ചു തുടങ്ങും, കൊള്ളാവുന്ന സിനിമയാണെങ്കിൽ അതിന് ഈ വിവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഓടും. അപ്പോൾ മനഃപൂർവ്വം സിനിമ റിലീസിന് മുമ്പ് വിവാദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് അത്ര പോരാ, അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം അത്ര പോരാ, അതിൻ്റെ കഥ അത്ര പോരാ, അഭിനയം അത്ര പോരാ, അത് പൊട്ടിപ്പോകുമെന്ന പരാജയത്തിലാണ് അവർ വിവാദം ഉണ്ടാക്കിയത്, അതും സംഖ്യകളെ ചൊറിയുന്നത് എന്നൊരു ആ ഒരു രീതിയിലേക്ക് സിനിമ എത്തപ്പെടുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില സൂചനകൾ അവിടെ ഇവിടെ കാണുന്നുണ്ട്. ഇനിയും പഴയ പോലെ സംഖ്യകളെ വെറുപ്പിച്ചിട്ട് സിനിമ വിജയിപ്പിക്കാം എന്ന ഒരു ധാരണ കൂടി ഇവിടെ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. പള്ളിച്ചട്ടമ്പിയും ഐനോബടിയും വിലായത്ത് ബുദ്ധയും ഉന്മാദവും ഇപ്പോൾ തുടക്കം എന്ന സിനിമ ഒടുക്കമായോ എന്ന രീതിയിൽ സംഖ്യകളെ കൊണ്ട് തന്നെ കളിയാക്കി പോസ്റ്റ് ഇടിക്കാനും മാത്രം അവർ അവസരം ഒരുക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. വിജയിച്ചാലും ഈ പറയുന്ന മോഹൻലാലിൻ്റെ മകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ വിജയിച്ച സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സിനിമ എന്ന നിലയിലൊക്കെ അർഹിച്ചൊരു വിജയം ആ സിനിമ നേടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആദ്യത്തെ ഒച്ചയും ബഹളവുമല്ലാതെ ആ സിനിമയെപ്പറ്റി ഒരു പൊതുവിടത്തിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലോ പോലും വലിയ ചർച്ചയോ കൊള്ളാം മികച്ചതാണ് എന്ന അഭിപ്രായം പോലും പുറത്തേക്ക് വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഴയ പോലെ ഉഡായിപ്പ് പണികളൊന്നും ഇനി നടക്കില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം.